വളർത്തുനായകൾ നാട്ടുകാരുടെ സ്വൈര്യജീവിതം കെടുത്തുന്നതായി പരാതി. നായകളെ വളർത്തുന്ന വീടിന് മുന്നിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. കൊച്ചിയിലാണ് സംഭവം. 60 നായകളെയും 12 പൂച്ചകളെയും വളർത്തുന്ന പത്തനംതിട്ട സ്വദേശി വീണയുടെ വീടിന് മുന്നിലാണ് പ്രതിഷേധം. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, എന്തുകൊണ്ടാണ് അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്? വീണ 60 പട്ടികളെയും അതോടൊപ്പം തന്നെ 12 പൂച്ചകളെയും വളർത്തുന്നു. ഇത് തങ്ങളുടെ സ്വൈരജീവിതത്തിന് തടസ്സമാകുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പത്തനംതിട്ട സ്വദേശി വീണ ജനാർദ്ദനൻ വാടകയ്ക്ക് താമസിക്കുന്ന ഈ വീടിന് മുന്നിൽ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിൽ ഈ വീടിന് ഉള്ളിലാണ് ഈ പട്ടികളൊക്കെ തന്നെ ഉള്ളത്. കുരയൊക്കെ തന്നെ കേൾക്കാം. ഈ ആസ്ബസ്റ്റോസ് ഷീറ്റ് കൊണ്ട് മറച്ചുകൊണ്ടും മതിൽ കെട്ടിയുമായിരുന്നു ഈ കോമ്പൗണ്ടിനുള്ളിൽ, അതായത് ഈ വീടിനുള്ളിൽ ഈ പട്ടികളെ വളർത്തിയിരുന്നത്. നാട്ടുകാർ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിലാണ് ഈ ഷീറ്റ് തകർക്കുകയും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഇവിടെ തമ്പടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കും. സ്ഥലത്ത് കുന്നത്തനാട് പോലീസ് സംഘവും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നതാണ്. ശ്രീനിജ് MLA അടക്കമുള്ളവർ സ്ഥലത്ത് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു നടപടി എന്ന് പറയുന്നത് RDO അടക്കം തൽസ്ഥിതി റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കുമെന്നുള്ള രീതിയിലായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പിനോടും കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ വലിയ രീതിയിലുള്ള ദുർഗന്ധം ഈ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. തങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അവരോട് തന്നെ അവരുടെ നിലവിലെ പ്രതികരണം എന്തെന്ന് ചോദിച്ചറിയാം. എന്താ ചേച്ചി, ഇവിടുത്തെ സംഭവം എങ്ങനെയാണ്? സംഭവം എങ്ങനെയാണ് പറയാൻ? എങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നം? എന്താണ്? ദുർഗന്ധമാണ്. ഭയങ്കര ദുർഗന്ധം. അത്ര എന്താ ഇവിടുത്തെ നിങ്ങളുടെ പരാതി എന്താ? ഞങ്ങൾക്ക് ശല്യമാണ്. അത് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. നടപടിയൊന്നും ആയിട്ടില്ല. പരാതി എന്ന് പറയുന്നത് എന്താണ്? പരാതി ഇപ്പൊ ഞങ്ങൾക്ക് ശല്യമാണ്. അതാണ്. എത്ര പട്ടികൾ അതിനുള്ളിലുണ്ട്? 60 ഉണ്ടെന്നാണ് അവര് പറഞ്ഞത്. നേരത്തെ ഈ ഉടമ എന്താ പറഞ്ഞത്? അതൊന്നും ഞങ്ങൾക്കറിയില്ല. അല്ല, ഈ പട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ നിങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതിഷേധത്തിന് കാരണം? ഈ പട്ടികളിനെ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. 4 പട്ടി തങ്ങളുടെ പറഞ്ഞത്. ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് 10-60 പട്ടികൾ ഉണ്ടായത്. അപ്പൊ അവർക്കറിയില്ല. അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്. ആചാരം ഇച്ചിരി ഓടിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് അവര് രീതിയിൽ അതിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നേരത്തെ രേഖാമൂലം എവിടെങ്കിലും കൊടുത്തിരുന്നോ? കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർ വന്നിട്ട് എന്താണ് പറഞ്ഞത്? കളക്ടർ നേരിട്ട് താലൂക്കിലേക്ക് വിളിച്ചു. താലൂക്കിന് വില്ലേജിൽ പറഞ്ഞ് വില്ലേജിൽ നിന്ന് വന്നു, പഞ്ചായത്തിൽ നിന്ന് വന്നു, MLA വന്നു, പിന്നെ RDO ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിരന്തരമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങളിവിടെയുള്ള ആൾക്കാരുകളാണല്ലോ, ഞങ്ങൾക്ക് പോകാൻ പറ്റുമല്ലോ. ഇതിൽ പോകുമ്പം സ്മെല്ലൊക്കെ നിങ്ങൾക്കറിയില്ലേ ശ്വസിക്കുന്നതിൻ്റെ. എനിക്കാണ് കാര്യങ്ങൾ. വാടക വീടാണ്. അതിന്റെ ഉടമ എന്തായിരുന്നു നിങ്ങളോട് പറഞ്ഞത്? വാടകയ്ക്ക് അവർ കൊടുത്തു. ഒരു പട്ടി ഉണ്ടെന്നേ അവർ പറഞ്ഞോളൂ. ഇത്രയും പട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞില്ല. വീട് കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞോളൂ. എന്താണ് എവിടെയുള്ളവരാണെന്നൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെ വാടകയ്ക്ക് വരുന്ന ആൾക്കാർ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഇവര് വന്നത്. ഉടമയ്ക്ക് കാശ് കിട്ടിയാൽ മതി. പോലീസുകാർ വന്ന സമയത്തൊക്കെ ആ സ്ത്രീ എന്താ തുറക്കാൻ പറ്റില്ല. ഇതൊന്നും തല്ലി പൊളിക്കാൻ പറ്റില്ല. ഇന്നലെയാണ് തല്ലി പൊളിച്ചത്. ഉടമസ്ഥൻ്റെ ഓണറുടെ മോനാണ് എല്ലാവരും കൂടെ കൂടി തല്ലി പൊളിച്ചത്. ഈ സീറ്റൊക്കെ തല്ലി പൊളിച്ചത്. ബുദ്ധിമുട്ടാണോ? ഇന്ന് അവനിങ്ങ് വന്നിട്ടില്ല. അപ്പനും മോനും കൂടെ കോടതി പോയിക്കുക. അല്ല, നിലവിൽ ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇതുമൂലം ഉണ്ടാകുന്നുണ്ടോ? ഞങ്ങൾക്ക് മണം കാരണം എന്നാ മണം പട്ടിയുടെ വെച്ച രാത്രി കിടന്നുറങ്ങി ഓലിയിടല് ഒക്കെ വെച്ചായതുകൊണ്ട് പട്ടി പുറത്ത് ചാടണം. കൊച്ചു പിള്ളേർ വരെ നേഴ്സറി പോണ വഴിയത്. ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാത്. അങ്ങനെയുള്ള ഞങ്ങൾക്കത് എത്രയും വേഗം ഞങ്ങൾക്ക് ഇവിടുന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി. അവർ പട്ടീനെ വളർത്തണമെങ്കിൽ അവർ വളർത്തിക്കോട്ടെ. പക്ഷെ അതിനുള്ള സൗകര്യങ്ങൾ കൂടെ നോക്കിയിട്ട് വേണം. ഇവർ ഇവിടുന്ന് മാറി തന്നാൽ മതി. അവർ വേറെ എവിടെയും കൊണ്ടുപോയി വളർത്തിക്കോട്ടെ. ഞങ്ങൾക്കൊരു ശല്യം ഉണ്ടാവാതെ മാത്രം. ഞങ്ങളിപ്പോൾ അതേ പറയുന്നുള്ളൂ. മൃഗസ്നേഹികളുണ്ടാവും. അപ്പം അതിനനുസരിച്ച് നോക്കിക്കോണം. അല്ലാണ്ട് വേറെ ആൾക്കാരില്ലാത്ത സ്ഥലത്ത് പോയി നോക്കട്ടെ അവർ. അല്ലാതെ ഇതുപോലെയുള്ള ആൾക്കാർ ഓരോ അടുത്തടുത്ത് വീടുകളുള്ള ആൾക്കാർക്ക് അത് ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. വീട്ടിലങ്ങനെ പട്ടീനെ വളർത്തുന്നുണ്ടായിരുന്നു. അവർ മുസ്ലിങ്ങളുടെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നവർ. അവർ വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു പട്ടീനെ കൊണ്ടുവന്ന് ഒരു മുറി മുഴുവൻ അവർക്ക് വേണമെന്ന് പറഞ്ഞു.
അവർ പറഞ്ഞു ഞങ്ങൾക്കിത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ മാറ്റി. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റേണ്ട കാര്യമല്ലേ ഉള്ളൂ. പ്രതിഷേധം നിങ്ങൾ അവസാനിപ്പിക്കും? ഇല്ല, ഇത് ഇവിടുന്ന് മാറ്റണം. ഞങ്ങളിത് 3 ദിവസമായി ഇവിടെ നിന്ന് മാത്രമേ ഞങ്ങൾ അത് അവസാനിപ്പിക്കും. ഒഴിവായി തരണം, അല്ലാണ്ട് ആരും മാറൂല ഇവിടുന്ന്. എല്ലാവരും പണിയൊക്കെ പോകാണ്ട് നിൽക്കണതാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും. ഞങ്ങൾക്കും പണിയെടുത്തിട്ട് വേണ്ട ജീവിക്കാൻ. ഞങ്ങളെല്ലാവരും ഒത്തൊരുമയോടുകൂടി നിൽക്കണേ. ഇതിനകത്ത് ജാതി മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഞങ്ങൾക്കിത് ഇവിടുന്ന് മാറ്റി കിട്ടണം, അത്രയേ ഉള്ളൂ. ഇവരുടെ ഒരു നിലവിലെ ആവശ്യമെന്ന് പറയുന്നത് കൃത്യമായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണം. ഈ പട്ടികളെ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഷേധം മുന്നോട്ട് പോകും തന്നെയാണ് നാട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. വീണ, ഓക്കെ, ശരി രശ്മി.